അങ്ങനെ ദേ പെരുന്നാൾ ഒരു വിധത്തിൽ കഴിഞ്ഞു. ഇനി അടുത്ത പൂരം എന്ന് പറയുന്നത് നമ്മുടെ പൊന്നിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി തുഴഞ്ഞ് ദേ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ദേ പൊന്നി ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവളെയും കൂടി വിളിച്ചിട്ട് നമ്മൾ ടൗണിൽ വരെ പോവാണ്. ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ പപ്പയോ അമ്മയോ ആരും ഇല്ലേ കൂടെ, രണ്ടുപേരും ജോലി തിരക്കായിട്ട് പോയേക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേ കളറാക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ആദ്യം ഒരു കടയിൽ ചെന്ന് കയറി. അവിടെ അവൾക്ക് ഒന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ പോയി. ഈ കാണുന്നത് ആൻറ്റിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഏതാ ഡ്രസ്സെന്നൊക്കെ. അങ്ങനെ കുറേ ഡ്രസ്സുകളുടെ ട്രയലിന് ശേഷം അവൾക്ക് ഇതേ ഈ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവളുടെ ഇഷ്ടമല്ലേ, കൂടെ നമ്മൾ എൽദോസിനൊരു ബനിയനും കൂടി എടുത്തു കൂട്ടാ. ഞാൻ പറയട്ടെ ഒരു കാര്യം, പൊന്നെ നീ എളുപ്പമല്ലോ. അതന്നെ എളുപ്പമല്ല അവളെ കൊണ്ടുള്ള കേസ് കേട്ട്. അവൾക്കൊന്ന് ഇഷ്ടപ്പെട്ട് വരണമെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ അവൾക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതും ഒക്കെ മേടിച്ച് എൽദോസിനൊരു വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവനൊരു പാപ്പമൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് അമ്മ വീട്ടിലെത്തി. അവരെ അവിടെ വിട്ടിട്ട് പോരാന്ന് വിചാരിച്ച് അവിടെ ചെന്ന് എൽദോസിന് ബനിയനൊക്കെ കാണിച്ചു കൊടുത്ത് അവൻ ട്രയലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പോരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അമ്മ പരിഭവം പറഞ്ഞേക്കണതായത്. ഇനി ബർത്ത്ഡേ പിന്നെ കാണാവേ.